ഇന്നലെ അവിചാരിതമായി കാണാനിടയായ ഒരു വീഡിയോ ഇന്ന് മുസ്ലിം സമുദായത്തിലേക്കും ഇതര മതങ്ങളിലേക്കും കൂടുതലായി മുസ്ലിം സമുദായത്തിലേക്കും കയറി വന്നിട്ടുള്ള വിവാഹത്തിന്റെ മുൻപുണ്ടാകുന്ന ആചാരങ്ങളിലൊന്നായ ബ്രൈഡ് ടു മീ, പ്രതിശുദ്ധ വധുവിന്റെ ചില കാട്ടിക്കൂട്ടലുകൾ നമ്മളുടെ ഓരോരുത്തരുടെയും വാട്സപ്പുകളിൽ നമ്മൾ കണ്ടതാണ്. പാശ്ചാത്യ യൂറോപ്യന്മാരും പുരോഗമനവാദികളും ആഘോഷിക്കുന്നത് പോലെ നമ്മൾ വിശ്വസിക്കുന്ന അതല്ലെങ്കിൽ അത് മദ്യമാണോ, വൈനാണോ, ആൽക്കഹോൾ ഇല്ലാത്ത മുന്തിരിച്ചാറാണോ, അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതെന്താണെന്ന് നമുക്കറിയയില്ല. പക്ഷെ അത്തരത്തിലുള്ളൊരു തീന്മേശയിൽ 5-8 മഫ്തധാരികളായ പെൺകുട്ടികൾ, 10 വയസ്സുള്ളൊരു സാധു 2 പെൺകുട്ടികൾ ഇരിക്കെ തന്നെ മഫ്ത ധരിച്ച് ഭംഗിയായി തലയും മറച്ചിരിക്കുന്ന പെൺകുട്ടികൾ ആ ഒരു കുപ്പിയിൽ നിന്നും പതുക്കെ കുടിയന്മാര് സിപ്പ് ചെയ്ത് കുടിക്കുന്ന ചെറിയൊരു കുപ്പി ഗ്ലാസിലേക്ക് ചുണ്ടോടടിപ്പിച്ച് ആസ്വദിച്ച് കുടിക്കുന്ന ഒരു സമ്പ്രദായം, ഒരു രീതി, ബ്രൈഡ് ടു മീ ആഘോഷം എത്രമാത്രം നമ്മളെ സമൂഹത്തിലേക്ക് പാശ്ചാത്യവൽക്കരണം, അതിനേക്കാളേറെ ലിബറലിസം കടന്നുവരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ നാട്ടിലെ മൗലവിമാർക്കാണ് കൂടുതലും കുറ്റമുണ്ടാകാറുള്ളത്. 3 വർഷങ്ങൾക്ക് മുൻപ് ബർത്ത്ഡേ ആഘോഷത്തിന്റെ വിഷയമായി സംസാരിച്ചപ്പോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരും ഫോൺ വിളിച്ച് തെറി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം, അവരുടെ ഇഷ്ടം, എന്തിനാ അതിനൊക്കെ വിമർശിക്കാൻ പോകുന്നത്? ഇസ്ലാം എന്നാൽ എല്ലാ കാര്യത്തിനും വിമർശിക്കുന്ന മതമാണോ? പണമുള്ളവരെന്തെങ്കിലും കാണിച്ചു കൊള്ളട്ടെ, അതത്ര തോന്നിയാസൊന്നുമല്ലല്ലോ, ജന്മദിനമല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ച ആളുകൾക്ക് മുൻപിൽ ഇന്ന് മക്കൾ ചിന്തിക്കുന്നത് അന്ന് തുടങ്ങിവെച്ച ബർത്ത്ഡേ ആഘോഷിക്കാനും ബ്രൈഡ് ടു മീ ആഘോഷിക്കാനും മഞ്ഞക്കല്യാണം ആഘോഷിക്കാനും മൈലാഞ്ചി കല്യാണം ആഘോഷിക്കാനും എന്ത് വെറൈറ്റികൾ ഉണ്ട് എന്നാണ്. അതൊരു പക്ഷെ അവരാരംഭിച്ചത് ഈ ഒരു രീതിയിലാണെങ്കിൽ നാളെ യഥാർത്ഥത്തിലുള്ള മദ്യക്കുപ്പികളുമായി മക്കൾ വരുന്ന കാലം വിദൂരമല്ല. ജന്മദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് 1-2 കൊല്ലം മക്കളുടെ പേരിൽ കേക്ക് മുറിക്കാൻ അവകാശം ഉണ്ടാവും. അതല്ലെങ്കിൽ മദ്രസയിലെ ഏതെങ്കിലും മക്കൾക്കോ സ്കൂളിലെ കുട്ടികൾക്കോ മുട്ടായി കൊടുക്കാനും ലഡു കൊടുക്കാനും ഉണ്ടാവും. സ്വയം പക്വതയിലേക്കും പാകതയിലേക്കും 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ, മക്കളൊരു ടീനേജ് പ്രായം കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ട, അവർ സ്വയം ആഘോഷിക്കും. നിങ്ങൾ വിചാരിക്കാത്ത കോലത്തിൽ, നിങ്ങൾ ചിന്തിക്കാത്ത കോലത്തിൽ. ആ കാലഘട്ടം വരാതിരിക്കാൻ വേണ്ടി പല പണ്ഡിതന്മാരും അതിനെതിരെ സംസാരിച്ചപ്പോ പണ്ഡിതന്മാരായിരുന്നു കുറ്റക്കാര്, അവരെയായിരുന്നു ആക്ഷേപിക്കപ്പെട്ടവര്. ഈ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾ പറയാറില്ലേ, ചില ആളുകൾ അതിനെ ന്യായീകരിക്കാറുണ്ട്, അതിലെന്തെങ്കിലും ചെറുതുണ്ടാവാം, അല്ലാതെ എന്തിനാ അതിനെ വിമർശിക്കുന്നത്, അവരെ കുപ്പിയിൽ ചെറുതേ ഉണ്ടാവൂ, ഇനി ചിലപ്പോൾ ഉണ്ടായില്ലാന്നും വരും. എന്നിട്ടെന്തേ ഒരു കല്യാണത്തിന്റെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഈ കുപ്പിയിൽ നിന്ന് പൊട്ടിച്ച് പതയുന്നത് കൊടുക്കാത്ത? എന്നിട്ടെന്തേ നോമ്പ് തുറക്കാൻ നേരത്ത് ഈ കുപ്പിയിൽ നിന്ന് പൊട്ടിച്ച് പതയുന്നത് ഒഴിച്ചു കൊടുക്കാത്ത? അറിഞ്ഞുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള ഭവിഷ്യത്തുകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാട്ടുകാരെയും ജനങ്ങളെയും പുച്ഛിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. കുല്ലു മുസ്കിരിൻ ഹറാം, ചെറുത് വലുത് എന്നല്ല, ലഹരി പിടിപ്പിക്കുന്ന സർവ്വതും അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അള്ളാഹു വിരോധിച്ചിട്ടുണ്ട്. ഒരുപാട് സമൂഹത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരുപക്ഷെ മക്കൾ ചില മാതാപിതാക്കൾക്ക് ഫിത്നയും അപമാനവുമായിരിക്കും, ചില മാതാപിതാക്കൾ മക്കൾക്ക് ഫിത്നയും അപമാനവുമായിരിക്കും. എന്റെ മക്കൾക്ക് ഞാനൊരു അപമാനാണോ എന്ന് ചിന്തിക്കേണ്ടത് ഞാനാ? എന്റെ മക്കൾ നാളെ ഇങ്ങനെ കുപ്പി പൊട്ടിച്ചിട്ടും ആഘോഷിച്ചും ആ തരത്തിലുള്ള ആഘോഷങ്ങളിലേക്ക് നടക്കുമ്പോഴും ഒരു വാപ്പ എന്നുള്ള സ്ഥാനത്തിന് എനിക്ക് എത്രമാത്രം പദവിയുണ്ട്, ഒരു ഉമ്മ എന്നുള്ള സ്ഥാനം അലങ്കരിക്കാൻ എനിക്ക് എത്രമാത്രം അർഹത ഉണ്ട് എന്ന് നമ്മളും ചിന്തിക്കണം. ആ വാപ്പയും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവരറിയാതെ ഈ തോന്യാസത്തിന് പോകുന്ന മക്കളും ചിന്തിക്കണം. കുല്ലു മുസ്കിരിൻ ഹറാം. ചിലർ അതിനെ വീണ്ടും ന്യായീകരിക്കും, പൈസക്കാരല്ലേ, ഓൽക്കെന്തും ചെയ്യാലോ, അവർ നമ്മളോട് കടം വാങ്ങിയിട്ടൊന്നുമല്ലല്ലോ. ഇക്കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോടീശ്വരനായ ഒരു മനുഷ്യന്റെ കല്യാണത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും ഭംഗിയുള്ള കല്യാണം എങ്ങനെയെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന കോടീശ്വരൻ, കിട്ടുന്നതിന്റെ ഒരു അംശം ഇപ്പോഴും അള്ളാന്റെ ദീനിനു വേണ്ടി മാറ്റിവെക്കുന്നവൻ, ആ കുടുംബത്തിൽ എങ്ങനെ ജീവിച്ചാലും ലോകത്തുള്ള സർവ്വ വീടുകളെയും വിളിച്ച് ആസ്വദിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കല്യാണം നടത്താനുണ്ടായിട്ടും മാന്യമായി ക്ഷണിക്കുന്നവർക്ക് ഇരുത്തി ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടെ കൈപിടിച്ച് യാത്രയാക്കുന്ന, അള്ളാഹു ദുനിയാവിൽ പലർക്കും കൊടുക്കാത്ത പണവും വിനയവും
പടച്ചോനെ പേടിയും കൊടുത്ത കുടുംബങ്ങളുണ്ട്. അപ്പൊ പണമല്ല വിഷയം, മാറാത്ത മനസ്സും ചിന്തകളും ആ വിഷയം. എന്റെ പെൺകുട്ടികൾ അത് നടത്തട്ടെ എന്ന് ഉമ്മ വിചാരിച്ചാൽ പിന്നെ ഒരു മാർഗവുമില്ല. അത് ഉമ്മ നാട്ടിൽ ഏത് ഖുർആൻ ക്ലാസ് പോകുന്ന അമ്മയായാലും വാപ്പ ഒന്നാമത്തെ സഫിൽ വന്നിരിക്കുന്ന വാപ്പയായാലും. അതുകൊണ്ട് തന്നെ ചിന്തിക്കണം, നമ്മളെ തലമുറകൾ പോകുന്ന യാത്ര ഏറെ അപകടകരമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നാടും നഗരവും എത്തിപ്പെടുമ്പോ ഒരുപാട് സമൂഹങ്ങളിൽ, ഒരുപാട് കുടുംബങ്ങളിൽ അള്ളാഹുവിന്റെ ശിക്ഷയും ശാപവും ഇത്തരത്തിലുള്ള പ്രവണതകളിലൂടെ പോകുമ്പോൾ നമ്മൾ അതിനെ അല്ലട്ടോ വിമർശിക്കുന്നത്. അവർ കുടിച്ചത് എന്തോ എങ്ങനെയോ എന്നൊന്നും നമുക്കറിയൂല. അവര് ഇസ്ലാമിക വസ്ത്രം ധരിച്ച് മീഡിയകൾക്ക് മുൻപിൽ വന്നിരുന്ന് അല്ലെങ്കിൽ ഒരു ക്യാമറക്ക് മുൻപിൽ ഇരുന്ന് ഈ കാണിച്ചു കൂട്ടുന്ന പെക്കൊത്തുകൾ, അതിന്റെ അടിയിൽ എഴുതി കൊടുക്കുന്ന ഉത്തമ സമുദായത്തിലെ പെൺകുട്ടികളുടെ ഇന്നത്തെ പോക്ക്. ആരാ പറഞ്ഞു ഉത്തമ സമുദായത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെയാണ്? ഉത്തമ സമുദായത്തിലെ പല പെൺകുട്ടികളും വാപ്പാന്റെ അടുത്ത് വീട്ടിന്റെ ഉള്ളിലുണ്ട്, മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. ഉത്തമ സമുദായത്തിലെ ആണുങ്ങളുണ്ട്, ഉത്തമ സമുദായത്തിലെ ഭാര്യമാരും ഉണ്ട്. ഉത്തമ സമുദായത്തിലെ ഭാര്യമാരുടെ അടയാളം മഫ്തടല് മാത്രമല്ല, തലമറയ്ക്കുന്ന ഏതെങ്കിലും ഒരു ഷാള് കുത്തല് മാത്രമല്ല, അവരവരുടെ ജീവിതം കൊണ്ടത് കാണിച്ചിട്ടുണ്ടാവും. ഉത്തമ സമുദായത്തിന്റെ രീതി മനസ്സിലാക്കാത്തവരാ ഇത്തരത്തിൽ ജീവിക്കുന്നതിനെ അതിനെ ചിട്ടപ്പെടുത്താൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ തന്നെ അങ്ങോട്ട് അതിന്റെ അടിയിൽ ഉത്തമ സമുദായത്തിന്റെ പോക്കുസ്താദുമാര് വിശദീകരിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മളല്ല പ്രബോധനം ചെയ്യേണ്ടത്, നമ്മളല്ല അത് ആളുകൾക്ക് പടർത്തേണ്ടത്. ഒരുപക്ഷെ അവർക്ക് തിരുത്താനും മാറാനും അവസരം ഉണ്ടായേക്കാം. ആസ്വദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നമ്മളുടെ പാരത്രിക ലോകത്തെ പറ്റി പോലും നമ്മളൊന്ന് ചിന്തിച്ചിട്ടേ ഈ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും.